ഇതിൽ ഈ പോയിൻ്റ് നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് ലെവലിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ അത് ഈ തേർഡ് ചക്രയുടെ ഒരുപാട് ആസ്പെക്റ്റുകളുള്ളതിൽ വളരെ ക്രൂഷ്യൽ പോയിൻ്റ് മാത്രമാണ് നമ്മൾ നോക്കി പോകുന്നത്. ബേസിക് പോയിൻ്റ് ക്രൂഷ്യൽ എന്നുള്ളത് മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള പോയിൻ്റ്. അതിനകത്ത് ഇപ്പോൾ ഒരാൾ ചലഞ്ച് ചെയ്യുന്നു വെച്ചോളൂ, നമ്മുടെ ഒരു ഐഡിയ അങ്ങ് ചലഞ്ച് ചെയ്യാണ്. കാരണം അങ്ങനെ വേറൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചലഞ്ച് ചെയ്യുന്നത്. ഈ ചലഞ്ച് ഇങ്ങോട്ട് വരുമ്പോഴേ ഇയാൾ മനുഷ്യനല്ലാതായി മാറുന്നതായിട്ട് തോന്നി. അയാൾ മനുഷ്യൻ ചലഞ്ച് ചെയ്യുന്നതായിട്ട് അതങ്ങ് പോവും, പെട്ടെന്നങ്ങ് മാറും. എന്നുവെച്ചാൽ നമ്മളാണ് മനുഷ്യനെ അളക്കുന്ന തോത് നമ്മളാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇവൻ ആ തോതിനകത്ത് പെടാത്തതുകൊണ്ട് ഇവൻ ഡിമോണായിട്ട് തോന്നി. ഉടനെ ക്രിയേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് നമുക്ക് ഇവൻ്റെ ദേഷ്യം തോന്നുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. ഒരു ഐഡിയ പറഞ്ഞതുകൊണ്ട് ഇത്രയും ദേഷ്യം തോന്നണ്ട അല്ലേ? ഒരാളൊരു വേറൊരു ഐഡിയ പറഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് ഈ പ്രശ്നം വരുന്നത് എവിടെ? അവനെ കൊല്ലാനായിട്ട് തയ്യാറാകണം. മനുഷ്യനെ കൊല്ലില്ല, നമ്മൾ ഡിമോണിനെയാണ് കൊല്ലുന്നത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിടിച്ച് തള്ളം അടിക്കും, അല്ലെങ്കിൽ കൊന്നളയാൻ തോന്നി. അത് പോയി കൊള്ളുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹ്യൂമനൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അതിനകത്ത് വരികയാണ്. ചെറിയൊരു ഐഡിയ എന്ന് ഇത് കയറി അങ്ങോട്ടങ്ങ് പോകും. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഇത് വരിക. ശ്രദ്ധിച്ചാൽ ഇത് വരില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിനകത്താണ് ഈ സാധനം ഉണ്ടാകുന്നത്. ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു സിസ്റ്റം അത് വയർ ചെയ്ത് ഇട്ട് കഴിയും. പിന്നെ ആരെപ്പോൾ ചലഞ്ച് ചെയ്താലും ഇതിലോട്ടങ്ങ് പൊയ്ക്കോളും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് തന്നെ അങ്ങ് പൊയ്ക്കോളും. അത് കുഞ്ഞുങ്ങളെ ചലഞ്ച് ചെയ്താൽ അത് വരും. വലിയ ത്രെട്ട് വരാതെ നമ്മളെ കുഞ്ഞുങ്ങൾ ചലഞ്ച് ചെയ്താലും നമ്മൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇതിനെ അങ്ങ് പ്ലേസ് ചെയ്യും. നമ്മൾ മനുഷ്യനാണെന്ന് ഇത് മനുഷ്യനല്ല എന്ന് തോന്നി. നമുക്ക് അറിഞ്ഞുകൂടാ അതെന്താ സംഭവിക്കുന്നത്. ഇങ്ങനെ ഡീഹ്യൂമനൈസേഷൻ അതിനകത്ത് നടക്കും. ഒരു മനുഷ്യനാണ് ചെയ്യുന്നതെന്ന് കണ്ടാൽ പ്രശ്നം തീർന്നു. ഒരു മനുഷ്യൻ എന്തോ കാരണവശാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കേൾക്കാം. അത് പറ്റത്തില്ല. കംപ്ലീറ്റ് നമ്മൾ ഷട്ട് ചെയ്യും. ആ ലിസണിങ് മോഡ് നമ്മൾ ഷട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഈ ഒരു ദുഷ്ടം പറയണത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഇതാണ് ഡെമോണൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു അത്ര ക്വിക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ കൊച്ചൊരു കാര്യത്തിൽ നിന്ന് ഈ മനുഷ്യനല്ലാത്ത വേറൊരു സ്ഥലത്തേക്ക് ഈ ആളിനെ പെട്ടെന്ന് അങ്ങ് പ്ലേസ്. എന്താ നമ്മൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകത്തുമില്ല. നമുക്കെന്തോ വിരോധം വരിക. ഒരു മനുഷ്യൻ്റെ അടുത്ത് വിരോധം വരേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കൊല്ലാൻ വരുന്ന ഒരുത്തിൻ്റെ അടുത്ത് തന്നെ മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഡെമോണൈസേഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ അങ്ങ് അറിയാതെ നടന്നിരിക്കും. അതുകൊണ്ട് പിന്നെ ഇവൻ്റെ ഭാവിയിൽ എത്ര നല്ല കാര്യം പറഞ്ഞാലും നമ്മൾ മറ്റേ വയറിങ് കിടക്കണമുണ്ട് ഈ ഒന്നും പറഞ്ഞ കേൾക്കത്തില്ല. മണിപ്പൂര ചക്രത്തിൽ നടക്കുന്ന കാര്യമാണ്. പിടിയില്ലാതെ അങ്ങ് പോവുക. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണിത് ഇയാളെ ഡിമോണാക്കിയത്? നമ്മൾ ഡിമോൺ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളില്ലെങ്കിൽ ഈ സാധനത്തിന് നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുള്ള ഡിമോണ് നമ്മൾ അവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് ഇതിലോട്ട് ആരോപിച്ചു കൊടുക്കുക. അയാളൊന്നും അറിയുന്നുണ്ടാവില്ല. അയാളൊന്നും അറിയാതിരിക്കെ നമ്മൾ ഈ ഡിമോണുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഇന്നർ വേൾഡിനകത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇതൊന്നും സെറ്റിൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് ഇത് മാറണമെന്ന്. പക്ഷെ മാറാൻ പറ്റാത്തത് ഈ റീവയറിങ് നടന്ന് കിടക്കുകയാണ്. ഇനി അതിനെ ഒന്നെന്ന് റീവയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് പാറ്റേണായി പോയി കിടക്കുക. സംസ്കാരവും പാറ്റേണും ഒക്കെ ആയി ഫിക്സ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഒരു കാര്യവും വേണ്ട. അതുകൊണ്ടല്ല ഇന്നലെ ചീത്ത വിളിച്ചിട്ട് പോയവ ഇന്ന് വന്നിട്ട് നമുക്ക് ബെല്ലടിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെപ്രാളം വന്ന് കഥ തുറക്കില്ല നിർബന്ധം പഠിക്കുക. ചിലപ്പോൾ ഇയാൾ വരുന്നത് ഞാൻ സോറി എന്ന് പറയാനായിരിക്കും. ഞാൻ ഇന്നലെ ഇങ്ങനെ പറ്റിപ്പോയി സാർ ക്ഷമിക്കണം എന്ന് പറയാനായിരിക്കും ചിലപ്പോൾ വരുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി പോലും നമ്മുടെ മനസ്സിൽ വരില്ല. കാരണം ഇപ്പം മറ്റേ രാക്ഷസനാണ് വന്നിരിക്കുക വീണ്ടും. അപ്പോൾ പിന്നെ ഇവൻ പറയണ ഒന്നും എടുക്കാൻ നമ്മൾ ടോട്ടലി ക്ലോസ്ഡ് ബീയിങ് ആവും. അപ്പോൾ ഇവനെ ഡിമോണൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആരാണ് ഇത് ഡിമോൺ ആകുന്നതെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ചെയ്താവാം.
ഇങ്ങനെ ഇതാ വർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇൻറ്റേർണൽ വേൾഡിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു കാര്യവും കൊച്ചു കാര്യമില്ല, എല്ലാം വലിയ കാര്യമാണ്. അശ്രദ്ധമായിട്ട് നമുക്ക് ആ ലോകത്തിനകത്ത് സഞ്ചരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അകത്തെ ലോകത്തിലോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ സൂക്ഷ്മമായ ശ്രദ്ധയോടുകൂടി മാത്രമേ നമുക്ക് ആ ലോകത്തിലോട്ട് ഇറങ്ങിയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഹൈഡ് ചെയ്തങ്ങ് വെച്ചേക്കും. പിന്നെ ഒരുപാട് ജസ്റ്റിഫിക്കേഷനൊക്കെ ഉണ്ടാകും. നമുക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ജസ്റ്റിഫിക്കേഷനൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ എന്നെ ശരിയെന്ന് നമുക്ക് സ്ഥാപിക്കാം. അപ്പോൾ ആൾ ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പോകും. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമുക്ക് ഇതിന് വളരെ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഈ സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ആ ഷാർപ്പ്നെസ്സോടുകൂടി അലേർട്ട്നെസ്സോടുകൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധയില്ലാത്ത ഒരാളിന് അവിടെ കടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇറ്റ് ബിക്കം സച്ച് എ ഡിഫിക്കൽട്ട് തിങ്. എന്നാൽ നോക്കിയാൽ ഇതെല്ലാം പൊളിഞ്ഞങ്ങ് വീഴും, ഇമ്മീഡിയറ്റായിട്ട് പൊളിഞ്ഞ് വീഴുന്ന കാര്യമുള്ളൂ. അപ്പോൾ നോക്കാനുള്ള ഒരു സാനിറ്റി, ഒരു കാംനെസ്, ഒരു ശാന്തത നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്താണ് അവിടെ എത്തുന്നത്. അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും നമ്മളെ ചതിക്കാനും ഉപദ്രവിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും നമ്മൾ ബിലിറ്റിൽ ചെയ്യാനും നിൽക്കുന്ന ഒരു സംഭവമായിട്ട് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങോട്ടങ്ങ് വരും. അതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടിരുന്നിട്ട് നമുക്ക് ഒന്നും നോർമലായിട്ട് കാണാൻ പറ്റത്തില്ല. അത് ഏത് സെൻറ്ററിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് അത് ക്രിയേറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത്. അതിൽ മണിപൂര ചക്രം പ്രധാനമായിട്ട് ഈ ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് അറിയില്ല ഇതാ ചെയ്യുന്നത്. നോക്കിയല്ലേ അറിയും, നോക്കില്ല. നമ്മൾ ശരിയാണെന്നുള്ള സ്റ്റാൻഡാണ് മണിപ്പൂര ചക്രത്തിൻ്റെ. ആ സ്റ്റാൻഡിൽ നിന്ന് റിഫൈൻമെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നർത്ഥം. നമുക്ക് അവിടുന്ന് മാറാൻ ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞ തന്നെ ശരി, അങ്ങനെ പിടിച്ചിരുന്ന് പോകും. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഇന്നർ സ്റ്റഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മളിപ്പോൾ ആരാണ്, ആ തിരിച്ചറിയുന്ന ആളാണോ ഞാൻ എന്നാണ് ഫർദർ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ മനസ്സിലാക്കി കുറേ ഇങ്ങനെയൊക്കെയാണ്. ആ ആളാണോ ഞാൻ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുക, ആ ആളൊന്നും അല്ല ഞാൻ. ഇതൊക്കെ എന്നിൽ നടക്കുന്ന കുറേ ഫങ്ഷനാണ്. ഞാനെന്ന് പറയുന്നത് ഇതുമായിട്ട് ഒരു സംബന്ധവും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നത് ഈ പ്രൊജക്ഷനാണ്. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ശത്രുഭാവത്തിൽ ഉള്ള ഒരു ഐഡിയ എന്താണ് ഈ ശത്രു എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ല. എങ്കിലും ചെറിയ ഒച്ചറിവ് വെച്ചിട്ട് ആ സാധനത്തിനെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്ത് അയാളെ ശത്രുവായിട്ട് തന്നെ അങ്ങ് കാണാൻ തുടങ്ങും. ഒറ്റ ഡയലോഗിൽ ശത്രുവാകും. പിന്നെ ഇതിന് എവിടെ ഇറങ്ങി വരും? എന്നിട്ട് എല്ലാവർക്കും റിയലൈസേഷനും വേണം, ഫ്രീഡവും വേണം. ഫ്രീഡം വെളിയിൽ നിന്ന് വരുന്ന ഒരു സാധനമേ അല്ല. ഇതകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന എൻട്രാങ്കിൾമെൻറ്റിനകത്തുനിന്ന് നമ്മൾ പുറത്തിറങ്ങി വരുന്നതിനാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ആണെന്ന് നമുക്കറിയാമല്ലോ. നമ്മളകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എൻട്രാങ്കിൾഡ് ആയിട്ടുള്ള ഒരു വെബിനകത്ത് കിടക്കുന്ന അത് പൊളിച്ച് വെളിയിലിറങ്ങി വരുന്ന ലാബിറിന്ത് പോലെ അതിനകത്താക്കിയിട്ട് നമ്മൾ തന്നെ അതിനകത്ത് ചുറ്റും കിടന്നിട്ട് വഴി എവിടെ നിന്ന് എങ്ങനെ അറിയണമെന്ന് അറിയാതെ നമ്മൾ അതിനകത്ത് കിടന്ന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒബ്സർവേഷൻ ഒരു വലിയ പ്രസക്തമായ ഒരു വിഷയമാണ്. ഒബ്സർവേഷൻ നമ്മൾ തന്നെ നമ്മളെ സ്വയം പ്രിജുഡീഷ്യൽ അല്ലാതെ നോക്കണം. എന്തിനു വേണ്ടി നോക്കുന്നതെന്ന് പോലും ഇല്ല, നോക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളിലുള്ള ഈ സാധനത്തിനെയൊക്കെ നമ്മൾ അങ്ങോട്ട് ആരോപിച്ച സാധനമൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടാണെന്ന് മനസ്സിലാവും. അല്ലേ? അത് മനസ്സിലാവും. ഇവിടെ നമ്മൾ അങ്ങ് ഇട്ട് കണ്ടാണെങ്കിൽ നമ്മുടെ കയ്യിലാണ് ആ സാധനം ഇരിക്കുന്നത്. അവിടെയെല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാണ് നമ്മളാണ് ഇതിൻ്റെ ആളെന്ന് തിരിച്ചറിയുമ്പോൾ ആ ആളാണോ ഞാനെന്ന് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ആ ആളല്ല ഞാനെന്ന് പതുക്കെ സമയം കൊണ്ട് അത് തെളിയിക്കും. ഞാനതല്ല എന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ ഈ എൻട്രാങ്കിൾമെൻറ്റിൻ്റെ പുറത്തിറങ്ങി വരും. ഇതാണ് വർക്ക്. അപ്പോൾ ചുമ്മാ കണ്ണടച്ചിട്ടുകൊണ്ട് നമ്മൾ കുറേ ധ്യാനമൊക്കെ ചെയ്താലൊന്നും ഒന്നും നടക്കത്തില്ല. കുറേ സഹായിക്കും. അപ്പോൾ കുറേ മാത്രം ആ സാനിറ്റി കിട്ടും, നമുക്ക് നോക്കാനുള്ള സമാധാനം കിട്ടും. പക്ഷെ നോക്കണം, അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ മണിപ്പൂര ചക്രത്തിൽ ഒരുപാട് ഡീപ്പർ തലങ്ങളുണ്ട്. അത് നമ്മൾ കുറേശ്ശെ നോക്കാനുള്ളൊരു മൈൻഡ് വന്നാൽ നമുക്കിപ്പോഴേ ട്രാൻസ്ഫോർമേഷൻസ് തുടങ്ങും. നമ്മളിപ്പോഴേ
ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങി. ഈ നമ്മുടെ ക്യാരക്ടർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ക്യാരക്ടർ അല്ല ഞാനെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വളരെ പഴയ കുഞ്ഞ് തന്നെയാണ്, നിഷ്കളങ്കനായ ഓപ്പണായ കുഞ്ഞാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളതെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനകത്ത് രഹസ്യമില്ല, ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ഹൈഡിങ് ഇല്ല, ഒന്നുമില്ല. വളരെ പ്ലെയിനായിട്ട് അങ്ങ് നിൽക്കുക. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന എൻറ്റാങ്കിൾമെൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ പതുക്കെ ഇറങ്ങി വരുന്നത്. അത് ഈ മണിപ്പൂര ചക്രത്തിലാണ് അതിൻ്റെ ക്ലൈമാക്സ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ താണ്ടിയാൽ പിന്നെ ബാലൻസ്ഡ് ആയിപ്പോയി.